ഒരു പെൺകുട്ടിയെ ഒരു വീട്ടിൽ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ അവിടുത്തെ സാഹചര്യം ഈ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് കുറേയൊക്കെ സഹിക്കുന്നതിൻ്റെ അപ്പുറമാകുമ്പോൾ പെട്ടെന്ന് ഈ പെൺകുട്ടി വേറൊരാളിനെ പോലെ സംസാരിക്കാൻ തുടങ്ങും. അപ്പം നമ്മളിതൊരു ഹിസ്റ്റീരിക് മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. ചിലപ്പോൾ ഈ ലെവലിലും നിന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് പാരാനോർമൽ ലെവലിലേക്ക് പോകും. അപ്പോഴാണ് വീടിൻ്റെ പുറത്ത് കല്ല് വന്ന് വീഴുക, ഭക്ഷണ സാധനങ്ങളിൽ അമേദ്യം വന്ന് വീഴുക, ഇങ്ങനെയുള്ളത്, തുണികൾ തന്നെ കീറുക, ചിലപ്പോൾ തീ പിടിക്കുക. അപ്പോൾ ഇത് വേറൊരു ലെവലാണ്. അതായത് ഹിസ്റ്റീരിക് ലെവലിൽ ഈ ഉള്ളിലുള്ള അമർഷം എക്സ്പ്രസ്ഡ് ആകുന്നില്ലെങ്കിൽ ആണ് ഈ ഒരു ലെവലിലേക്ക് പോകുന്നത്. അത് സാധാരണ അപൂർവമാണ്, പ്രത്യേകിച്ച് ഇക്കാലത്ത്. പക്ഷേ പണ്ട് ഇത് കുറച്ചുകൂടെ കോമൺ ആയിരുന്നു. ഇപ്പോൾ ആളുകളുടെ ടെമ്പർമെൻറ്റ് മാറിപ്പോയി. ഒരു ഹിസ്റ്റീരിക് ടെമ്പർമെൻ്റ് അല്ല. ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരു വീട്ടിൽ കല്യാണം കഴിച്ച് വന്നു, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നേരെ ഇടപെടുന്ന വക്കീലിനെ പോയി കാണുകയാണ്, ഡൈവോഴ്സ് വേണമെന്ന്. ബാധ കയറിയല്ല. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു ഡിഫൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണ് സാർ പറഞ്ഞ, പണ്ട് ഇതുപോലൊരു സിനിമ വന്നിട്ടുണ്ട്, മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞു. അതിൽ ആ ഫീമെയിൽ ക്യാരക്ടറിന് ഇതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ഉണ്ടാകുന്നത്. പക്ഷേ ഷീ ഈസ് റിലേറ്റിംഗ് ഇറ്റ് ടു സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ബിഫോർ ഇൻ ദാറ്റ് പ്ലേസ്. അതൊരു പാരാനോർമൽ ഇൻവോൾവ്മെൻ്റ് അതിൽ വന്നു. അതായത് നമ്മൾ ഡിസ്ട്രസ്ഡ് ആകുമ്പോൾ ചിലപ്പോൾ ഈ പാരാനോർമൽ പാത്വേസ് ഓപ്പൺ അപ്പ് ആകും. ഈ പാരാനോർമൽ പാത്വേസ് എന്ന് പറഞ്ഞാൽ എന്താണ് സർ? അത് ESP, PK ഇത് രണ്ടുമാണ്. ദാറ്റ് ഈസ് ദേർ ഇൻ എവറി ഹ്യൂമൻ ബീയിങ്. പൊട്ടൻഷ്യലി ഇറ്റ് ഈസ് ദേർ ഇൻ എവറി ഹ്യൂമൻ ബീയിങ്. സാധാരണ നമ്മൾ തന്നെയാണ് അത് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ നോഷൻ ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത് ഈ എവരുടെ റെഗുലാരിറ്റീസിൽ ബേസ് ചെയ്തുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വിദ്യാഭ്യാസമൊക്കെ കൊണ്ട് നമ്മൾ ആ ഒരു റിയാലിറ്റിയാണ് റീഇൻഫോഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തന്നെ അതൊക്കെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ പണ്ട് ഈ പാരാനോർമലായിട്ടുള്ള 10 വയസ്സ് എളുപ്പം ഓപ്പൺ അപ്പ് ആവുമായിരുന്നു. ഇപ്പോൾ അത് സംഭവിക്കുന്നില്ല. സാർ, ഇത് നമുക്ക് സയൻറ്റിഫിക്കായിട്ട് അത് മെഷർ ചെയ്യാനോ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ പറ്റുമോ? അല്ല, അതാണ് പാരാസൈക്കോളജി ചെയ്യുന്നത്. സാർ, ഇപ്പോൾ പറഞ്ഞ അനുസരിച്ച് ഡിസ്ട്രസ്ഡ് ആയിരിക്കുന്ന ഒരാൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കല്യാണം കഴിച്ചു പോകുന്ന ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ ഒരുപാട് സഫോക്കേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അവർ ഇങ്ങനൊരു സ്വഭാവം കാണിക്കുക. പക്ഷേ ഹൗ ഡു യു എക്സ്പ്ലെയിൻ ഒരു 13 വയസ്സുള്ള ഹിന്ദു പെൺകുട്ടി പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ 90 വയസ്സുള്ള ഒരു മുസ്ലിം അമ്മൂമ്മയായിട്ട് സംസാരിക്കുന്നു, വേറൊരു ഭാഷ സംസാരിക്കുന്നു, വേറൊരു കൾച്ചർ ശീലിക്കുന്നു, വെജിറ്റേറിയൻ ആയിരുന്ന ആൾ പെട്ടെന്ന് നോൺ വെജ് കഴിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അവിടെ പലരെയും പരിചയമുണ്ട് എന്ന് പറയുന്നു. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക? അത് ഒരാൾ ഡിസ്ട്രസ്ഡ് ആകുമ്പോൾ ചിലപ്പോൾ പാരാനോർമലായിട്ടുള്ള 10 വയസ്സ് ഓപ്പൺ അപ്പ് ആയെന്ന് വരാം. അപ്പോൾ പണ്ട് അവിടെ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജീവിച്ചിരുന്ന ഒരു മുസ്ലിം സ്ത്രീയുടെ മെമ്മറി ഇയാളെ ആക്സസ് ചെയ്തെന്ന് വരാം. അതെങ്ങനെ ആക്സസ് ചെയ്യുന്നത്? അല്ലാതെ ബൈ റെസണൻസ്. നമ്മളെപ്പോലെ മെൻ്റൽ മേക്കപ്പുള്ള ഒരാൾ ഏതെങ്കിലും കാലത്ത് ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അതുമായിട്ടൊരു ബന്ധം കാണും, നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പം നമ്മൾ ഡിസ്ട്രസ്ഡ് ആകുമ്പോൾ ചിലപ്പോൾ അത് കൂടുതൽ ആക്റ്റീവായെന്ന് വരാം, ഫങ്ഷണലായെന്ന് വരാം. ചെറിയ കുട്ടികൾ, ഇപ്പോൾ 3-4 വയസ്സുള്ള കുട്ടികൾ, സാർ ഇപ്പോൾ ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു. പക്ഷെ 3-4 വയസ്സുള്ള കുട്ടികളൊക്കെ വേറെ ഭാഷ സംസാരിക്കുക, അപ്പോൾ അവരൊന്നും ഡിസ്ട്രസ്ഡ് ആവുന്നത് കൊണ്ടായിരിക്കില്ലല്ലോ അതുണ്ടാവുക? അല്ല, ഇപ്പോൾ ഈ തീരെ കൊച്ചു കുട്ടികൾക്ക് കുറച്ചുകൂടെ ഈ സൈക്കിക് ഫാക്കൽറ്റിയുമായിട്ട് ആക്സസ് ഉണ്ട്. ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ അടുത്ത് താമസിക്കുന്ന ഒരാൾ വന്ന് പറഞ്ഞു, തിരുവനന്തപുരത്തുള്ള ഒരു കുട്ടി, തീരെ കൊച്ചു കുട്ടിയാണ്, 2-3 വയസ്സേ ഉള്ളൂ, അത് എന്തൊക്കെ ഇങ്ങനെ എഴുതുന്നു. എൻ്റെ അമ്മ ബാങ്ക് മാനേജറാണ്. അമ്മ നോക്കുമ്പോൾ എപ്പോഴും ഈ കുട്ടി ഇങ്ങനെ ഒരേപോലെ എഴുതുന്നു. അപ്പോൾ നീ എന്താണ് എഴുതുന്നതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഇത് റൂസിയാണ്. ഇതെന്താണ് റൂസി എന്ന് ചോദിച്ചപ്പോൾ പിടികിട്ടുന്നില്ല. അപ്പോൾ അമ്മ നോക്കിയപ്പോൾ ഏതാണ്ട് ലെറ്റേഴ്സ് പോലെയാണ്, പക്ഷേ ഇംഗ്ലീഷല്ല, വേറെ ഏതോ ഭാഷ പോലെ. ഇത് പലരെയും കാണിച്ച് അവസാനം റഷ്യനായിരുന്നു. അപ്പോൾ റഷ്യൻ എന്നുള്ള പേര് റഷ്യൻ ഭാഷയിൽ പറയുന്നതാണ് റൂസി.
അപ്പോൾ ഇത് റഷ്യൻ അറിയാവുന്ന ഒരാളിനെ കൊണ്ട് കാണിച്ചപ്പോൾ റഷ്യൻ ആൽഫബറ്റ് കുട്ടി കറക്റ്റായിട്ട് എഴുതിയിരിക്കുകയാണ്, എല്ലാ അക്ഷരങ്ങളും. അപ്പോൾ ഈ അമ്മയ്ക്ക് എന്നെ കൊണ്ടുവന്ന് കാണിക്കണമെന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഹസ്ബൻഡ് ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് ഇവർ താമസിക്കുന്നത്. ഗ്രാൻഡ് പാരൻസ് പറഞ്ഞ് ഇത് ഒരു ഇഷ്യൂ ആക്കണ്ട, അത് കുട്ടിയെ ചിലപ്പോൾ ദോഷമായിട്ട് ബാധിക്കും, ഇതങ്ങ് ഇഗ്നോർ ചെയ്താൽ മതി. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ് ഹസ്ബൻഡ് വരട്ടെ. അപ്പോൾ എൻ്റെ ഫ്രണ്ടും ആ സ്ത്രീയുമായിട്ട് പരിചയമുണ്ട്. ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ജോർജ് മാത്യു സാറിൻ്റെ അടുത്ത് കൊണ്ടുപോകും. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ മൈൻഡ് മുമ്പ് റഷ്യയിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ആളുടെ മൈൻഡുമായിട്ട് വളരെ സിമിലറായിരിക്കും. അപ്പോൾ അത് നാച്ചുറലായിട്ട് ബൈ റെസണൻസ് അയാളുടെ മെമ്മറിയൊക്കെ കുട്ടിക്ക് കിട്ടിയെന്ന് വരും. മൈൻഡ് എന്ന് പറയുമ്പോൾ സോളാണോ സാർ ഉദ്ദേശിക്കുന്നത്? അല്ല, സോൾ എന്ന് പറയുന്നത് അൾട്ടിമേറ്റാണ്. മൈൻഡ് എന്ന് പറയുന്നത് സോള് ക്രിയേറ്റ് ചെയ്യുന്ന വേറൊരു ഫങ്ഷണലായിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത്. സർ, ഈ റെസനേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള, അപ്പോൾ ദാറ്റ് മീൻസ് ടു റെസനേറ്റ് ദർ ഷുഡ് ബി സം മെമ്മറി സംവെയർ റെക്കോർഡഡ് അല്ലേ, വിച്ച് ഐ ഷുഡ് ബി. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത റെസൊണൻസ് എന്ന് പറയുന്നത് ഇസ് ഇറ്റ് സംവെയർ റിലേറ്റഡ് ടു ഈ കൗളിങ്ങിന്റെ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു റെസൊണൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഫിസിക്സിൽ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ 2 വീണ കമ്പികൾ ഒരേപോലെ ട്യൂൺ ചെയ്തിട്ട് ഒന്ന് നമ്മൾ സൗണ്ട് ചെയ്യുകയാണെങ്കിൽ മറ്റേത് ഓട്ടോമാറ്റിക്കായിട്ട് അത് സൗണ്ട് കേൾക്കും. അതിനാണ് ഫിസിക്സിൽ റെസൊണൻസ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അതുപോലെ ഒരു പ്രോസസ്സ് ഈ മൈൻഡിൽ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, പക്ഷേ ഇത് റെസൊനേറ്റ് ചെയ്യണമെങ്കിൽ സംവെയർ ഇൻ ദ പാസ്റ്റ് അതിൻ്റെ ഒരു റെസിഡ്യൂ നമ്മുടെ മനസ്സിലുണ്ടാകണമല്ലോ. അല്ല, ഇത് അക്രോസ് ടൈം ആൻഡ് സ്പേസ് സംഭവിക്കാം. ഇപ്പോൾ താങ്കളുടെ അതേ മെൻ്റൽ മേക്കപ്പുള്ള ഒരാൾ ഇപ്പോൾ അമേരിക്കയിലുണ്ടെന്ന് വിചാരിക്കുക, താങ്കൾ അറിയണമെന്നില്ല. അപ്പോൾ അയാൾക്ക് അസുഖം വരുമ്പോൾ താങ്കൾക്ക് ക്ഷീണം തോന്നും, അയാൾക്ക് സന്തോഷം വരുമ്പോൾ കാരണമില്ലാതെ താങ്കൾക്ക് സന്തോഷം തോന്നും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതാണ്, താങ്കളത് അറിയണമെന്നില്ല. ട്വിൻസിനിടയിൽ ഉണ്ട്. ട്വിൻസിൻ്റെ ഇടയിൽ വളരെ കൂടുതൽ. തികച്ചും സ്ട്രേഞ്ചേഴ്സായ രണ്ടുപേർക്കിടയിൽ അതെ, ട്വിൻസിൻ്റെ ഇടയിൽ ഇത് കൂടുതൽ സംഭവിക്കാൻ കാരണം അവരുടെ മൈൻഡ് വളരെ സിമിലർ ആണെന്നുള്ളതാണ്. അതുകൊണ്ടാണ്. പക്ഷേ ഈ സിമിലാരിറ്റി ട്വിൻസ് അല്ലാത്തവർ തമ്മിൽ സംഭവിക്കാം. ട്വിൻസ് ആവുന്നത് അവരൊരു ഷെയർഡ് എൻവയൺമെന്റ് ജീവിക്കുന്നുണ്ട്, ആ ഒരു മൈൻഡ് സെറ്റ് വരുന്നതല്ല. മാത്രമല്ല അവരുടെ ഹെറിഡിറ്റി സെയിം ആണ്, അവരുടെ ജീൻസൊക്കെ കോമൺ ആണ്. അപ്പോൾ വിച്ച് മീൻസ് ഈ റെസൊനൻസ് നമ്മളിപ്പോൾ ഈ കേസിൽ പിന്നെ സാറ് പറഞ്ഞൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 13-14 അല്ലെങ്കിൽ 10 years ആയിട്ടുള്ളൊരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിം സ്ത്രീയുടെ റെസൊനേറ്റ് ചെയ്ത് ക്യാപ്ചർ ചെയ്യണം. ആ സ്ത്രീ മേ ബി ഡെഡ് ആൻഡ് ഐ മീൻ ഷീ മേ നോട്ട് ഈവൻ ബി അലൈവ്. പിന്നെ എങ്ങനെയാ മൈൻഡ് ക്യാപ്ചർ ചെയ്യുക? ആ മറ്റേ മൈൻഡ്, അതാണ് ഞാൻ പറഞ്ഞത്, ഇത് അക്രോസ് ടൈം ആൻഡ് സ്പേസ് സംഭവിക്കാം റെസൊനൻസ്. വിച്ച് മീൻസ് ഈവൻ ആഫ്റ്റർ ഡെത്ത് ദാറ്റ് മൈൻഡ് ഇസ്, ദാറ്റ് പവർ ഓഫ് ദാറ്റ് മൈൻഡ് ഇസ് ആക്റ്റീവ് എന്നാണോ? ഇല്ല, വാസ്തവത്തിൽ ഈ ടൈമും സ്പേസും ഒന്നും ഇല്ല. ഇതെല്ലാം ഒരു ടൈംലെസ് റിയാലിറ്റിയാണ്. സാർ, അത് പറയുമ്പോഴും എന്തുകൊണ്ടാണ് എല്ലാവർക്കും അത് തോന്നുന്നത്? ഇപ്പോൾ സയൻസ് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു റെപ്ലിക്കേഷൻ എന്നുള്ള സംഭവം ഇതിപ്പം എനിക്ക് എന്തുകൊണ്ട് ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് ഫീൽ ചെയ്തു പക്ഷേ വേറൊരാൾക്ക് അയാളുടെ അനുഭവം വ്യത്യാസമായിരിക്കും, അല്ലെങ്കിൽ അയാൾ ഇതൊന്നും അത് ആ ഒരു സാർ ഈ പറഞ്ഞ റെസൊണൻസ് കിട്ടുന്നില്ല, അതെന്തുകൊണ്ടായിരിക്കും? അപ്പോൾ ഒന്നാമത് റെസൊനേറ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ താങ്കളെപ്പോലെ അതേപോലെ മനസ്സുള്ള ഒരാളുണ്ടായിരിക്കണം. പിന്നെ ഇപ്പോൾ ഒരുപക്ഷെ താങ്കൾ റെസൊനേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ താങ്കളുടെ വിദ്യാഭ്യാസമൊക്കെ ഒരുപാട് ആവശ്യത്തിൽ കൂടുതൽ കിട്ടിയതുകൊണ്ട് താങ്കൾ അങ്ങനെയുള്ളത് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ താങ്കൾ ഓപ്പൺ അപ്പ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ താങ്കൾക്കും ഇത് കോൺഷ്യസ് ആയിട്ട് അത് കിട്ടിയെന്ന് വരാം. ഈ സപ്രസ് ചെയ്യുക എന്ന് പറയുന്നത് എന്തുകൊണ്ട്, എന്തായാലും എന്തെങ്കിലും ഒരു സ്റ്റിമുലി വരുമ്പോൾ നമ്മളത് എങ്ങനെയാണത് സപ്രസ് ചെയ്യുന്നത്? ഉദാഹരണമായിട്ട് ഞാൻ ഹിമാലയത്തിൽ കുറേ നാളുണ്ടായിരുന്നു. അപ്പം ഈ നാട്ടിൽ നിന്നൊക്കെ ഹിമാലയത്തിൽ പോയ പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഹിമാലയത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ മൈൻഡ് തന്നെ ചേഞ്ച് ചെയ്തു, ഓപ്പൺ അപ്പ് ചെയ്തു. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലിയറായി. പിന്നെ വീട്ടിൽ നടക്കുന്ന പ്രധാന സംഭവങ്ങളൊക്കെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അറിയും. അപ്പോൾ അച്ഛൻ മരിച്ചുപോയി, ഇത് അവിടെ ഹിമാലയത്തിൽ കോണ്ടാക്റ്റിന് മാർഗമൊന്നുമില്ല, പക്ഷേ ഒരു ദിവസം ഇയാൾക്ക് പെട്ടെന്നൊരു തോന്നലുണ്ട് അച്ഛൻ മരിച്ചു എന്ന്.
അപ്പോൾ എവിടെയോ പോയി എങ്ങനെയോ വീട്ടിൽ ഫോൺ ചെയ്തപ്പോൾ ശരിയാണ് അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ഇയാൾക്ക് അത് തോന്നിയ ആ ദിവസം തന്നെയാണ് അച്ഛൻ മരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു അവിഹിത ബന്ധമുണ്ടായി. അപ്പോൾ ഹിമാലയത്തിൽ ചെന്നപ്പോഴാണ് ഇയാൾക്കത് മനസ്സിലായി. പിന്നെ അന്വേഷിച്ചപ്പോൾ അത് ശരിയാണ്. അപ്പോൾ അത് ഹിമാലയം എന്ന് പറയുമ്പോൾ അവിടുത്തെ എൻവയൺമെൻറ്റും ഒരു ഓപ്പൺ എൻവയൺമെൻറ്റാണല്ലോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ ഇൻഹിബിഷനൊക്കെ അങ്ങ് മാറും, സപ്രഷനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മാറുമ്പോൾ ടെലിപ്പതിയോ ക്ലയർവോയൻസോ പ്രികോഗ്നേഷനോ ഒക്കെ വർക്ക് ചെയ്യും. അത് വേറെ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഹിമാലയത്തിൽ പോകുമ്പം നമ്മൾ കുറേ കൂടെ ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ആലോചിക്കും. ഒരുപക്ഷെ നമ്മുടെ ബാക്ക് ഇൻ ദ മൈൻഡ് ഇങ്ങനത്തെ ഇത്തരം കൺസേണുകളൊക്കെ കാണും. അപ്പോൾ അത് ചിലപ്പോൾ അതൊരു ചാൻസ് ആയിക്കൂടുന്നില്ലേ? ഇപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിക്കാം എന്നൊക്കെയുള്ളൊരു കൺസേൺ കാണും നമ്മൾ ഇത്രയും ദൂരെ മാറി നിൽക്കുമ്പോൾ. അല്ല, ഹിമാലയം ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ കടപ്പുറത്ത് പോയാലും മതി, അല്ലെങ്കിൽ പൊന്മുടി പോയാലും മതി. ഒരു ക്ലോസ്നെസ് ടു നേച്ചർ ഈ ഓപ്പണിംഗ് അപ്പിന് സഹായിക്കുന്ന ഒരു എലിമെൻ്റാണ്. ഓരോ പ്രകൃതി ഓരോ സ്ഥലത്ത് ഓരോ എനർജി ഉണ്ടെന്നാണോ അതുകൊണ്ട് സാർ ഇപ്പോൾ ഉദ്ദേശിച്ചത്? ഹിമാലയത്തിന് പോകുന്നവർക്ക് അവിടെ വേറൊരു പ്രത്യേകതരം എനർജി ഫീൽ ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട്. ഈ എനർജി എന്നുള്ളത് അത് വളരെ ഒരു മിസ്ലീഡിങ് കൺസെപ്റ്റാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോൾ നമ്മുടെ മൈൻഡ് വേറൊരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻവയൺമെൻറ്റിന് നമ്മുടെ മൈൻഡിനെ കണ്ടീഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡീകണ്ടീഷൻ ചെയ്യാൻ ഒരു പവറുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ റെസൊണൻസ് ഫീൽ ചെയ്യണമെങ്കിൽ ഈ ഏജന്റ് റിസപ്റ്റീവ് ആയിരിക്കണമല്ലോ. ആയിരിക്കണം, തീർച്ചയായിട്ടും. അത് കോൺഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ റിസപ്റ്റീവ് ആയിരിക്കണം. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ബാധകേറി എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ട്രേഞ്ചായി ബിഹേവ് ചെയ്യുന്ന അല്ലെങ്കിൽ പാരാനോർമൽ ആക്ടിവിറ്റി പ്രകടിപ്പിക്കുന്ന വ്യക്തി റിസപ്റ്റീവ് ആകണമെന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാപ്പൻസ്. അതെങ്ങനെയാണ് വരുന്നത്? അത് ഡിസ്ട്രസ്ഡ് ആകുന്നതുകൊണ്ടാണ്. ഈ ഒരാൾ വളരെയധികം ഡിസ്ട്രസ്ഡ് ആകുമ്പോൾ ചിലപ്പോൾ സൈക്കിക് പാത്ത് വേസ് ഓപ്പൺ അപ്പ് ആകും. അപ്പോൾ അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ചില എൻവയൺമെൻറ്റും നമ്മളെ ഓപ്പൺ അപ്പ് ചെയ്യാൻ സഹായിക്കും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇന്റേണൽ തീർച്ചയായിട്ടും. ഫാക്ടേഴ്സും കോമ്പിനേഷൻ. അതെ അതെ. ശരി, ഇനി നമുക്ക് ഈ ESPയിലേക്ക് വന്നു കഴിഞ്ഞാൽ ESP പൊതുവിൽ എല്ലായിടത്തും പറയുന്നുണ്ട്. ESP ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഒരു സാധാരണ മനുഷ്യൻ എന്താണ് ESP എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ESP എന്ന് പറയുന്നത് എൻ്റെ ഫുൾ ഫോം എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ആണ്. സാധാരണ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടെയാണ്, പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറയുന്നത്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ വാസ്തവത്തിൽ ESPയെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം സാധാരണ നമ്മുടെ എഡ്യൂക്കേഷനെല്ലാം ഈ പഞ്ചേന്ദ്രിയങ്ങൾ സെൻറ്റേർഡാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുന്നു. അപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കോളേജ് എഡ്യൂക്കേഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളിത് മാത്രമാണ് റിയാലിറ്റി എന്നങ്ങ് വിചാരിക്കുക. അപ്പോൾ മറ്റേതിന് നമ്മൾ സപ്രസ് ചെയ്യുകയാണ്. ഈ ഒരു എഡ്യൂക്കേഷനും കൂടെ ഇല്ലാത്തവർക്കാണ് പൊതുവെ ESP ഒക്കെ വർക്ക് ചെയ്യാൻ കൂടുതൽ സാധ്യത. കാരണം അവരിങ്ങനെ ഒരു മോഡേൺ ലീനിയർ എഡ്യൂക്കേഷനിൽ കൂടെ വരാത്തതുകൊണ്ട് അവരുടെ മൈൻഡിൽ ESP ഒക്കെ വർക്ക് ചെയ്യാൻ കൂടുതൽ സാധ്യതയുണ്ട്.